ഇന്ന് ടാലി ട്യൂട്ടോറിയൽ പാർട്ട് 12 ആണ്. ഇതിലെ ഇൻവെന്ററി ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻവെന്ററി ക്രിയേഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻവെന്ററി ട്രാൻസാക്ഷൻസ് ടാലിയിൽ എൻ്റർ ചെയ്യുന്നത്. ടാലി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ഈ കമ്പനി ക്ലോസ് ചെയ്ത് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ Alt F1 പ്രസ് ചെയ്യുക. കമ്പനി നെയിം ഇവിടെ ഏഷ്യൻ ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പോൾ ഈ അസൈൻമെന്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. വായിച്ചു നോക്കി ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുക. ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡേറ്റ് 2010 ഓഗസ്റ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ 2010. നെക്സ്റ്റ് ബുക്സ് ബിഗിനിങ് 1 ഓഗസ്റ്റ് 2010. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ഈ കമ്പനി സേവ് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10 lakh. അപ്പോൾ അതെന്താണ്? ക്യാഷ് റിസിപ്റ്റ് ആണ്. F6 പ്രസ് ചെയ്യുക. റിസിപ്റ്റിൽ ക്രെഡിറ്റ് ക്യാപിറ്റൽ Alt C പ്രസ് ചെയ്യുക. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ എമൗണ്ട് 10 lakh. ഡെബിറ്റ് ക്യാഷ് സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് റിസീവ്ഡ് ബാങ്ക് ലോൺ. ഇതും റിസിപ്റ്റ് ആണ്. അപ്പോൾ F6 തന്നെയാണ് ചെയ്യേണ്ടത്. Alt C പ്രസ് ചെയ്യുക. ബാങ്ക് ലോൺ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ലോൺസ് ലയബിലിറ്റി. എമൗണ്ട് 5 lakh. ദെൻ ഡെബിറ്റ് ക്യാഷ്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇതെന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ F4 കോൺട്രാ വൗച്ചർ സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് ക്യാഷ് 3 lakh. ദെൻ ഡെബിറ്റ് Alt C പ്രസ് ചെയ്യുക. ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ട്രാൻസാക്ഷൻ സേവ് ചെയ്യാം. നെക്സ്റ്റ് റിസീവ്ഡ് ആൻ ഇൻവോയ്സ് ഫ്രം Teekeycee Advertisers ₹1 lakh ഫോർ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻവോയ്സ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നുണ്ടാവില്ല. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ് നമുക്ക്. അപ്പോൾ ഇവിടെ ബിൽ നമ്പറും ഡ്യൂ ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് ജേണൽ F7. ഇവിടെ അഡ്വർടൈസ്മെന്റ് Alt C പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എമൗണ്ട് 1 lakh. ദെൻ ക്രെഡിറ്റ് Alt C പ്രസ് ചെയ്യുക. Teekeycee Advertisers അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എസ് ആക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിൽ നമ്പർ നൽകാനുള്ള ഓപ്ഷനാണ്. ന്യൂ റെഫറൻസ് സെലക്ട് ചെയ്യുക. ദെൻ നെയിമിൽ ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഡ്യൂ ഡേറ്റ്സ് 7 days. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓഗസ്റ്റ് 2 ആണ്. ഡേറ്റ് ചേഞ്ച് ചെയ്യണം. F2 പ്രസ് ചെയ്യുക. ഡേറ്റ് ചേഞ്ച് ചെയ്യുക. 2 ഓഗസ്റ്റ്. ഇപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഫോളോയിങ് ഫ്രം TTK പ്രസ്റ്റീജ് ആണ് പറയുന്നത്. ബിൽ നമ്പർ ഉണ്ട്, ഡ്യൂ ഡേയ്സ് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ആണ്. F9 കീ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് നൽകണമെങ്കിൽ F11ൽ F2 ഇൻവെന്ററി ഫീച്ചേഴ്സ് അതിൽ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സസ് എസ് ആക്കുക. സേവ് ചെയ്യാം. നെക്സ്റ്റ് സപ്ലയർ ബിൽ നമ്പർ നൽകുക. പാർട്ടി നെയിം Alt C പ്രസ് ചെയ്യാം. TTK പ്രസ്റ്റീജ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ സപ്ലയർ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അവിടെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് നൽകുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പർച്ചേസ് ലെഡ്ജർ. പർച്ചേസ് അക്കൗണ്ട് ആണ്. Alt C പ്രസ് ചെയ്യുക. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സേവ് ചെയ്യുക. നെക്സ്റ്റ് നെയിം ഓഫ് ഐറ്റം. നമ്മൾ പ്രോഡക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി Alt C പ്രസ് ചെയ്യുക. ദെൻ പ്രസ്റ്റീജ് പ്രഷർ കുക്കർ. അലിയാസ് പാർട്ട് നമ്പർ വേണമെങ്കിൽ നൽകാം. നെക്സ്റ്റ് ഇവിടെ അണ്ടർ പ്രൈമറി. അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർ നൽകണമെങ്കിൽ Alt C പ്രസ് ചെയ്ത് അണ്ടർ പ്രസ്റ്റീജ് കമ്പനി നെയിം നൽകാം. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ F11ൽ F2 കീ പ്രസ് ചെയ്യുക. അവിടെ മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറി എസ് ആക്കുക. സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് കാറ്റഗറി നൽകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ Alt C പ്രസ് ചെയ്യുക. സ്റ്റോക്ക് കാറ്റഗറി നമുക്ക് ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം അല്ലേ. അതുകൊണ്ട് പ്രഷർ കുക്കർ എന്ന് നൽകാം. അതുപോലെ തന്നെ നൽകണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് റിസൾട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഗ്രൂപ്പും കാറ്റഗറിയും നൽകുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ഇവിടെ നമ്പേഴ്സ് ആണ്. Alt C പ്രസ് ചെയ്യുക. സിമ്പിൾ NOS നൽകാം. ഫോർമൽ നെയിം നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വാണ്ടിറ്റി 50 നമ്പേഴ്സ്. റേറ്റ് 1250. നെക്സ്റ്റ്
ട്രേഡ് ഡിസ്കൗണ്ട് 5 ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക, എഗൈൻ എൻ്റർ. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഓൾട്ട് സി പ്രസ് ചെയ്യുക. പ്രോഡക്റ്റ് നെയിം പ്രസ്റ്റീജ് ഗ്യാസ് സ്റ്റൗ. നെക്സ്റ്റ് അണ്ടർ പ്രസ്റ്റീജ് സെലക്ട് ചെയ്യുക. കാറ്റഗറി ഓൾട്ട് സി പ്രസ് ചെയ്യുക, ഗ്യാസ് സ്റ്റൗ ക്രിയേറ്റ് ചെയ്യുക. യൂണിറ്റ് നമ്പർ സെലക്ട് ചെയ്യുക. ദെൻ ആക്സെപ്റ്റ് ദ പ്രോഡക്റ്റ്. ക്വാണ്ടിറ്റി 25 numbers. റേറ്റ് 2750. ട്രേഡ് ഡിസ്കൗണ്ട് 5. എൻ്റർ. നെക്സ്റ്റ് പ്രസ് ആൾട്ട് സി. ക്രിയേറ്റ് പ്രോഡക്റ്റ് പ്രസ്റ്റീജ് ഇൻഡക്ഷൻ കുക്കർ. അണ്ടർ പ്രസ്റ്റീജ് കാറ്റഗറി ഓൾട്ട് സി പ്രസ് ചെയ്യുക, ഇൻഡക്ഷൻ കുക്കർ ക്രിയേറ്റ് ചെയ്യുക. എൻ്റർ. യൂണിറ്റ്സ് നമ്പേഴ്സ്. ക്വാണ്ടിറ്റി 10. റേറ്റ് 5250. ട്രേഡ് ഡിസ്കൗണ്ട് 5. എൻ്റർ കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പ്രസ്റ്റീജ് ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ. ഓൾട്ട് സി പ്രസ്റ്റീജ് ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ. അണ്ടർ പ്രസ്റ്റീജ് കാറ്റഗറി ഓൾട്ട് സി പ്രസ് ചെയ്യുക, ഗ്രൈൻഡർ. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ക്വാണ്ടിറ്റി 25. റേറ്റ് 5750. ട്രേഡ് ഡിസ്കൗണ്ട് 5%. എൻ്റർ. പ്രസ് ആൾട്ട് സി. പ്രസ്റ്റീജ് മിക്സർ ഗ്രൈൻഡർ. അണ്ടർ പ്രസ്റ്റീജ് സെലക്ട് ചെയ്യാം. കാറ്റഗറി ഗ്രൈൻഡർ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഓൾട്ട് സി പ്രസ് ചെയ്ത് മിക്സർ ഗ്രൈൻഡർ ക്രിയേറ്റ് ചെയ്യാം. യൂണിറ്റ് നമ്പേഴ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്വാണ്ടിറ്റി 100. റേറ്റ് 3850. എൻ്റർ. അപ്പോൾ ഇവിടെ ബിൽ നമ്പർ നൽകാനുള്ള ഓപ്ഷനാണ്. ന്യൂ റെഫറൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഡ്യൂ ഡേയ്സ് 30 days കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ചെക്ക് ഇഷ്യൂ ടു TKC അഡ്വർടൈസേഴ്സ്. ഇഷ്യൂഡ് എന്ന് പറയുമ്പോൾ ചെക്ക് പെയ്ഡ്. അപ്പോൾ പേയ്മെൻറ്റിൽ ഡെബിറ്റ് TKC അഡ്വർടൈസേഴ്സ് എമൗണ്ട് 50,000. എൻ്റർ. അപ്പോൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ബിൽ നമ്പർ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, AGST റെഫറൻസ് സെലക്ട് ചെയ്യുക, ആ ബിൽ നമ്പർ സെലക്ട് ചെയ്യുക. എൻ്റർ. ദെൻ ക്രെഡിറ്റ് ബാങ്ക്. നാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ബാങ്ക് സെലക്ട് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡേറ്റ് മാറിയിട്ടുണ്ട്, September 1 ആണ്. അപ്പോൾ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി F2 ദെൻ 1 9 കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് റിട്ടേൺ ഗുഡ്സ് ടു TTK പ്രസ്റ്റീജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് റിട്ടേൺ ആണ്? പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നതിന് F11 യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് എസ് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെൻട്രി ട്രാൻസാക്ഷനും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇൻവോയ്സ് മോഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ഇൻവോയ്സ് മോഡ് ഫോർ ഡെബിറ്റ് നോട്ട്സ് എന്ന ഓപ്ഷനും കൂടെ എസ് ആക്കാം. ഈ 2 ഓപ്ഷനും ഇവിടെ എസ് ആക്കിയതിന് ശേഷം സേവ് ചെയ്യുക. ഡെബിറ്റ് നോട്ടിന് വേണ്ടി Ctrl F9 പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടി നെയിം TTK പ്രസ്റ്റീജ് സെലക്ട് ചെയ്യുക. പർച്ചേസ് ലെഡ്ജർ ഓൾട്ട് സി പ്രസ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നെയിം ഓഫ് പ്രൊഡക്റ്റ് പ്രസ്റ്റീജ് മിക്സർ ഗ്രൈൻഡർ സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി 8. റേറ്റ് 3850. നമ്മൾ വാങ്ങിക്കുമ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ, 5%. അപ്പോൾ ഇതിൻ്റെ റിട്ടേണിലും ട്രേഡ് ഡിസ്കൗണ്ട് 5 നൽകുക. എൻ്റർ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് പ്രസ്റ്റീജ് പ്രഷർ കുക്കർ. ക്വാണ്ടിറ്റി 5 numbers. റേറ്റ് 1250. ട്രേഡ് ഡിസ്കൗണ്ട് 5. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ബിൽ നമ്പർ AGST റെഫറൻസ് സെലക്ട് ചെയ്യുക. ബിൽ നമ്പർ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് ഇഷ്യൂഡ്. അപ്പോൾ അതെന്താണ്? പേയ്മെൻ്റ് ആണ്. F5 പേയ്മെൻറ്റ് പ്രസ് ചെയ്യുക. ഡെബിറ്റ് TTK പ്രസ്റ്റീജ് എമൗണ്ട് 50,000. അപ്പോൾ ബിൽ അലോക്കേഷനാണ് ചോദിക്കുന്നത്. AGST റെഫറൻസ് സെലക്ട് ചെയ്യുക. ബിൽ നമ്പർ സെലക്ട് ചെയ്യുക. എൻ്റർ. ക്രെഡിറ്റ് ബാങ്ക്. ചെക്ക് ആയതുകൊണ്ട് ബാങ്ക്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് September 2 ആണ്. F2 പ്രസ് ചെയ്യുക. അപ്പോൾ 2 ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ സെയിൽസ് ആണ്. ഇപ്പോൾ F8 കീ പ്രസ് ചെയ്യുക. സെയിൽസ് സെലക്ട് ചെയ്യുക. പാർട്ടി നെയിം എന്താണ്? രാജ് ഇലക്ട്രോണിക്സ്. സോൾഡ് ഗുഡ്സ് ടു രാജ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ രാജ് ഇലക്ട്രോണിക്സ് ആൾട്ട് സി പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ എസ് ആയിരിക്കണം. എപ്പോഴും ഡെപ്റ്ററേയും ക്രെഡിറ്ററേയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എസ് ആയിരിക്കണം. സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് 2% പറയുന്നുണ്ട്. നെക്സ്റ്റ് സെയിൽസ് ലെഡ്ജർ ആൾട്ട് സി പ്രസ് ചെയ്ത് സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സേവ് ചെയ്യാം. ഇവിടെ പാർട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസും ഡിസ്പാച്ച് ഡീറ്റെയിൽസും ഓർഡർ ഡീറ്റെയിൽസും ഒക്കെ ലഭിക്കുന്നുണ്ട്. ആവശ്യമുള്ള ഡാറ്റകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രസ്റ്റീജ് പ്രഷർ കുക്കർ. ക്വാണ്ടിറ്റി 5. റേറ്റ് 1500. ട്രേഡ് ഡിസ്കൗണ്ട് 2. എൻ്റർ. നെക്സ്റ്റ് പ്രസ്റ്റീജ് ഗ്യാസ് സ്റ്റൗ. ക്വാണ്ടിറ്റി 10. റേറ്റ് 3250. ട്രേഡ് ഡിസ്കൗണ്ട് 2. നെക്സ്റ്റ് പ്രസ്റ്റീജ് ഇൻഡക്ഷൻ കുക്കർ. ക്വാണ്ടിറ്റി 5. റേറ്റ് 5650. ട്രേഡ് ഡിസ്കൗണ്ട് 2.
നെക്സ്റ്റ് പ്രസ്റ്റീജ് ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ക്വാണ്ടിറ്റി 5 റേറ്റ് 6150 ട്രേഡ് ഡിസ്കൗണ്ട് 2. നെക്സ്റ്റ് പ്രസ്റ്റീജ് മിക്സർ ഗ്രൈൻഡർ ക്വാണ്ടിറ്റി 10 റേറ്റ് 4150 ട്രേഡ് ഡിസ്കൗണ്ട് 2. എൻ്റർ അപ്പോൾ ഇവിടെ ബിൽ നമ്പർ നൽകാനുള്ള ഓപ്ഷനാണ്. ന്യൂ റെഫറൻസ് സെലക്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ബിൽ നമ്പർ തന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. സെയിൽ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക്കായി വരുന്ന നമ്പറാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെയിൽസ് 1 ആയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഈ 1 തന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ബിൽ നമ്പർ ടൈപ്പ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പെയ്ഡ് സാലറി ടു സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാഫിൻ്റെ നെയിമൊക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് എക്സ്പെൻസ് അലോക്കേഷൻ ആണ്, പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. F5 കീ പ്രസ് ചെയ്യുക. ഇങ്ങനെ എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ. ആ ഒരു രൂപത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്റ്റാഫിൻ്റെ പേരിലും ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അണ്ടർ സാലറി എന്ന ഹെഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് F11 മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എസ് ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് എസ് ആക്കുക, സേവ് ചെയ്യാം. അതിനുശേഷം Alt C പ്രസ് ചെയ്ത് സാലറി, ഡെബിറ്റിൽ സാലറി. അപ്പോൾ സാലറി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. നെക്സ്റ്റ് സാലറി എമൗണ്ട് Alt C പ്രസ് ചെയ്ത് എല്ലാ സ്റ്റാഫിൻ്റെയും എമൗണ്ട് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കോസ്റ്റ് സെൻറ്റർ എങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ നൽകണം. അപ്പോൾ ഇവിടെ Alt C പ്രസ് ചെയ്യുക, ശ്യാം ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ പ്രൈമറി ശ്യാമിൻ്റെ എമൗണ്ട് നൽകുക 5800. നെക്സ്റ്റ് Alt C പ്രസ് ചെയ്യുക, കിരൺ ക്രിയേറ്റ് ചെയ്യുക, എമൗണ്ട് 4200. അഗെയിൻ Alt C ക്രിയേറ്റ് അക്ബർ, എമൗണ്ട് 6000. അഗെയിൻ Alt C ക്രിയേറ്റ് തോമസ്, എമൗണ്ട് 3700. എൻ്റർ, ക്രെഡിറ്റ് ക്യാഷ്, സേവ് ദ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് പെയ്ഡ് ടെലഫോൺ ചാർജ്. അപ്പോൾ അതൊരു പേയ്മെൻ്റ് ആണ്. Alt C പ്രസ് ചെയ്യുക, ടെലഫോൺ ചാർജ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ അവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ഓപ്ഷൻ നോ ആക്കുക, ഇവിടെ കോസ്റ്റ് സെൻറ്റർ വേണ്ട. എമൗണ്ട് 1800, ക്രെഡിറ്റ് ക്യാഷ്, സേവ് ദ ട്രാൻസാക്ഷൻ. ഇത്രയായാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്തു. ഇനി അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് കാണണമെങ്കിൽ ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് F5 ലെഡ്ജർ വൈസ് ഡിസ്പ്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രയൽ ബാലൻസ്. എസ്കേപ്പ് ചെയ്യുക. നെക്സ്റ്റ് നാം ചെയ്തിരിക്കുന്ന ജേണൽ എൻട്രി കാണണമെങ്കിൽ ഡിസ്പ്ലേയിൽ ഡേ ബുക്ക്. അപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന എൻട്രി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റുള്ള ഡേറ്റിലുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണണമെങ്കിൽ Alt F2 പീരിയഡ്, ചേഞ്ച് പീരിയഡ്. അവിടെ ഏത് മുതൽ ഏത് വരെ, 1 ഓഗസ്റ്റ് ടു 2 സെപ്റ്റംബർ വരെയുള്ള ട്രാൻസാക്ഷൻ. അപ്പോൾ ഫ്രം ടു ആ ഡേറ്റ് അവിടെ നൽകുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ജേണൽ എൻട്രി കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിതിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. എസ്കേപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്യാഷ് ബുക്ക്, ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്കിൽ ക്യാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ 2 മാസത്തേതാണ് കാണുന്നത് അല്ലേ. 2 മാസം നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു. അതെല്ലാം ഒരുമിച്ച് കാണണമെങ്കിൽ F12 പ്രസ് ചെയ്യുക. ഇവിടെ പീരിയോഡിസിറ്റി ടു യൂസ് എന്നുള്ളത് മന്ത്ലിയാ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുന്നത്, അത് ഇയർലി സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും ഇവിടെ കാണാം. നെക്സ്റ്റ് എസ്കേപ്പ് ചെയ്യുക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പ്രോഫിറ്റ് ഓർ ലോസ്, Alt F1 പ്രസ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് പ്രസ്റ്റീജിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവിടെ വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്താൽ എല്ലാ പ്രോഡക്റ്റും ഇവിടെ കാണാവുന്നതാണ്. എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്യുക. Alt F1. ഡീറ്റെയിൽഡ് റിസൾട്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡെപ്റ്റർ, ക്രെഡിറ്റർ, സ്റ്റോക്ക് എല്ലാം ഉണ്ട്. സൺട്രി ഡെപ്റ്റർ എടുക്കുക വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഡെപ്റ്റർ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ക്രെഡിറ്റർ എടുക്കുക വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ക്രെഡിറ്റർ എന്ന് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് സമ്മറി. സ്റ്റോക്ക് സമ്മറിയിൽ വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രസ്റ്റീജ് എന്നേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ എൻ്റർ കീ പ്രസ് ചെയ്താൽ എന്ത് കാണാം, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി റേറ്റ് ഒന്നും കാണുന്നില്ല അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി റേറ്റും കാണണമെങ്കിൽ കൺട്രോൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ്റ്റീജ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത വിൻഡോ ആണ് കാണുന്നത്. അവിടെ ക്യാൻ ക്വാണ്ടിറ്റി ടു ഐറ്റം ആഡഡ് എന്നുള്ള ഓപ്ഷൻ എസ് ആക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റിയും ആവറേജ് റേറ്റും കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടാലിയിൽ ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്